സെയിം റൂൾ തന്നെയാണ് വരുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ് പാർട്ട്ലി ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടും പാർട്ട്ലി പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ആ ക്യാപിറ്റൽ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ മേലെ എത്ര ഇൻപുട്ടാണോ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ ഇൻപുട്ടിൻ്റെ മേലെ കൊടുത്തിട്ടുള്ള ടാക്സ് മാത്രമേ എന്തായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ITC റിവേഴ്സ്ഡ് ഈസ് ലെസ് ദാൻ റിക്വയേർഡ്. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ദ ആനുവൽ റിട്ടേൺ ഫർണിഷ്ഡ് 15th. If total ITC on input of exempted on non-business purpose is more than the ITC actually reversed during the year, then the difference amount will be added to the output liability. Interest will be applicable. Okay, so ITC reversed is less than required. This is calculated after the annual return furnished. So annual return furnished ശേഷം എന്ത് ചെയ്യും, ITC ആക്ച്വലി റിവേഴ്സ്ഡും അതുപോലെ തന്നെ ടാക്സ് ലയബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യും. ഇഫ് ITC ആക്ച്വലി റിവേഴ്സ്ഡ് എന്ന് പറയുന്നതും അതുപോലെ ടോട്ടൽ ITCയും അതായത് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ഇൻപുട്ടും അതുപോലെ തന്നെ ITC ആക്ച്വൽ റിവേഴ്സ്ഡും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇൻപുട്ടിൻ്റെ മേലുള്ള ITC എന്ന് പറയുന്ന എക്സംപ്റ്റഡ് ഇൻപുട്ടിൻ്റെ മേലെ അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിൻ്റെ മേലുള്ള ITC എന്ന് പറയുന്നത് ITC ആക്ച്വലി റിവേഴ്സിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ട് എന്തിനൊപ്പം ആഡ് ചെയ്യും, ഔട്ട്പുട്ട് ലയബിലിറ്റീൻ്റെ ഒപ്പം ആഡ് ചെയ്യും. ഓക്കെ, ദെൻ എന്താണ് ഇൻവേർട്ടഡ് ടാക്സ് ഓർ ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്? The term inverted tax structure refers to a situation where the rate of tax on purchase, that is GST rate paid on input received, is more than the rate of tax, that is GST input rate payable on outward supplies. So inverted tax structure എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള റേറ്റ് ഓഫ് ടാക്സ് അതുപോലെ ഔട്ട്പുട്ട് സപ്ലൈ നടത്തുന്ന സമയത്തുള്ള റേറ്റ് ഓഫ് ടാക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്ന സമയത്താണ് അവിടെ ഇൻവേർട്ടഡ് ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി സ്ട്രക്ചർ വരുന്നത്. അതായത് നമ്മൾ ഇൻപുട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള റേറ്റ് ഓഫ് ടാക്സ് നമ്മൾ ഔട്ട്പുട്ട് സപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള റേറ്റ് ഓഫ് ടാക്സിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ടാക്സ് സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്, ഇൻവേർട്ടഡ് ടാക്സ് സ്ട്രക്ചർ എന്നുള്ളതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള GST എന്ന് പറയുന്നത് 12% ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ മേലെ വരുന്നത് എത്ര മാത്രമേ ഉള്ളൂ, 5% ഉള്ളൂ. കാരണം റോ മെറ്റീരിയലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തത് എന്താണ്, നോൺ വോവൺ ഫാബ്രിക് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നമ്മൾ വിൽക്കുന്നത് ഫാബ്രിക് ബാഗാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലെ GST റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡിഫറൻസിനെയാണ് ഇവിടെ 7% ഡിഫറൻസ് വന്നൂല്ലേ, ഈ 7% ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് റേറ്റ് എന്ന് പറയുന്നത്, ഇൻവേർട്ടഡ് ടാക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ദെൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ മേ ക്ലെയിം റീഫണ്ട് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ITC ഓൺ അക്കൗണ്ട് ഓഫ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ അറ്റ് ദ എൻഡ് ഓഫ് എനി ടാക്സ് പീരിയഡ് വെർ ദ ക്രെഡിറ്റ് ഹാസ് അക്യുമുലേറ്റഡ് ഓൺ അക്കൗണ്ട് ഓഫ് റേറ്റ് ഓഫ് ടാക്സ് ഓൺ ഇൻപുട്ട് ബീങ് ഹയർ ദാൻ ദ റേറ്റ് ഓഫ് ടാക്സ് ഓൺ ഔട്ട്പുട്ട് സപ്ലൈസ്. സോ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യാം, ഈ അൺയൂട്ടിലൈസ്ഡ് ITC, കാരണം ഒരിക്കലും ഈ ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ മേലെ റേറ്റ് ഓഫ് ടാക്സ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് ഒരിക്കലും ഇൻപുട്ടിൻ്റെ മേലെ കൊടുത്തിട്ടുള്ള ടാക്സിൻ്റെ ആ ഹയർ എമൗണ്ട് ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്തരത്തിൽ അൺയൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ITC അത് എന്തിൻ്റെ മേലുള്ളതാണ്, അത് എന്തുകൊണ്ടുണ്ടായതാണ്, ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ കൊണ്ട് ഉണ്ടായിട്ടുള്ള അൺയൂട്ടിലൈസ്ഡ് ITC എന്തായിരിക്കും, ഓക്കെ, അത് റീഫണ്ട് ചെയ്യാനായിട്ട് രജിസ്റ്റേർഡ് പേഴ്സണ് ക്ലെയിം ചെയ്യാം. അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റീഫണ്ടായിട്ട് ഈ രജിസ്റ്റേർഡ് പേഴ്സണിന് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ മാക്സിമം അങ്ങനെ റീഫണ്ട് ചെയ്ത് കിട്ടുന്ന എത്രയാണ്, ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, ടേൺ ഓവർ ഓഫ് ഇൻവേർട്ടഡ് റേറ്റഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻറ്റു നെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ മൈനസ് ടാക്സ് പേയബിൾ ഓൺ സച്ച് ഇൻവേർട്ടഡ് റേറ്റഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. സോ ആ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ഇൻവേർട്ടഡ് റേറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള
ടേൺ ഓവർ അതിനെ നെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ നിന്ന് ടാക്സ് പേബിൾ ഓൺ സച്ച് ഇൻവേർട്ടിബ്രേറ്റഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റീഫണ്ട് എമൗണ്ട് കിട്ടും. ഓക്കെ, അത്ര മാത്രമേ എന്തായിട്ട് ITC റീഫണ്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ ITC റീഫണ്ട് എന്താണെന്നുള്ളത് മനസ്സിലായി. Okay, refund of tax and ITC under GST. Any person claiming the refund of the GST tax or the interest paid should make an application within a period of 2 years from the relevant date using the form GST RFD 01 electronically. So, അത്തരത്തിൽ ITC റീഫണ്ട് ക്ലെയിം ചെയ്യുന്ന എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും എന്ത് ചെയ്യണം, അവർ ഒരു പർട്ടിക്കുലർ ഫോമിൽ, ആ ഫോം ഏതാണ്, GST RFD 01 എന്നുള്ള ഫോമിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എത്ര വർഷത്തിനുള്ള, 2 years from the relevant date. Okay, then a registered person may claim the balance available in the electronic cash ledger by filing the return as per the date mentioned under GST. Okay, an agency of United Nations organization or any multilateral financial institution and organization notified under the United Nations consulate or foreign embassies are all entitled to refund of tax on inward supply of goods and services or both. Okay, ഇവിടെ ആർക്കൊക്കെ പറ്റും, യുണൈറ്റഡ് നാഷൻ UNO ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഏജൻസികൾ, അതുപോലെ യുണൈറ്റഡ് നാഷൻസ് നോട്ടിഫൈ ചെയ്തുള്ള ഓർഗനൈസേഷൻസ്, അതുപോലെ ഫോറിൻ എംബസീസ്, കോൺസുലേറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഓർഗനൈസേഷനും, ഓതറൈസ്ഡ് ഓർഗനൈസേഷൻസിനും എന്ത് ചെയ്യാം, റീഫണ്ട് ഓഫ് ടാക്സ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ആപ്ലിക്കേഷൻ ഹാസ് ടു ബി ഫൈൽഡ് ഫോർ ദ റീഫണ്ട് ബിഫോർ ദ എക്സ്പയറി ഓഫ് 6 months ഫ്രം ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ക്വാർട്ടർ ഇൻ വിച്ച് സച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് വർ റിസീവ്ഡ്. അതിനുള്ളൊരു മാക്സിമം എക്സ്പയറി പീരീഡും പറയുന്നുണ്ട് 6 months ആണ്. ഓക്കെ, ഇനി ഈ ഒരു റീഫണ്ടിൻ്റെ എക്സംഷൻസ് ആണ് ഇനി പറയുന്നത്. ഓക്കെ, അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ സീറോ റേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ വിച്ച് നോ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വാസ് മെയ്ഡ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് റീഫണ്ട്. അതായത് സീറോ റേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്ന സമയത്ത്, സീറോ റേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ സീറോ റേറ്റഡ് ആയിരിക്കും, അതിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ GST റേറ്റ് എന്ന് പറഞ്ഞാൽ സീറോ റേറ്റഡ് ആയിരിക്കും. സോ അത്തരം ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ITC റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അക്യുമുലേഷൻ ഓഫ് unutilized ITC due to higher tax rate on input than the output supplies. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇൻപുട്ടിൻ്റെ മേലെ കൂടുതൽ ടാക്സും ഔട്ട്പുട്ടിൻ്റെ മേലെ കുറഞ്ഞ ടാക്സും വരുന്ന സമയത്തും ആ ഒരു അക്യുമുലേറ്റഡ് അൺയൂട്ടിലൈസ്ഡ് ITC റീഫണ്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. 2 സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഇനി അത് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് ഇനി പറയുന്നത്. ഏതാണ്, നോ റീഫണ്ട് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ITC വുഡ് ബി അലൗഡ് അണ്ടർ ദ ഫോളോയിങ് കേസസ്. ആ കേസസ് നോക്കാം. ഇഫ് ദ അൺയൂട്ടിലൈസ്ഡ് ITC ഈസ് ഫോർ GST പെയ്ഡ് ഓൺ ഗുഡ്സ് എക്സ്പോർട്ടഡ് ഔട്ട് ഓഫ് ഇന്ത്യ വിച്ച് ഈസ് അട്രാക്ട് എക്സൈസ് ഡ്യൂട്ടി. ശ്രദ്ധിക്കാം, GST എക്സ്പോർട്ടഡ് ഗുഡ്സിൻ്റെ മേലെയാണ് ഓൾറെഡി GST പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എക്സ്പോർട്ടഡ് ഗുഡ്സിൻ്റെ മേലെ എന്തടക്കേണ്ടതായിട്ട് വരും, എക്സൈസ് ഡ്യൂട്ടി അടക്കേണ്ടതായിട്ട് വരും. സോ അത്തരം കേസിൽ അൺയൂട്ടിലൈസ്ഡ് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇൻപുട്ട് വാങ്ങി ആ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കി, ഈ ഔട്ട്പുട്ട് നമ്മൾ വിൽക്കുന്നത് എവിടെയാണ്, എക്സ്പോർട്ട് മാർക്കറ്റിലാണ് വിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എക്സൈസ് ഡ്യൂട്ടി വരുന്നുണ്ട്. സോ ആ എക്സൈസ് ഡ്യൂട്ടിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ITC അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ അവിടെ ഒരിക്കലും ITC റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. Then second one, if the supplier of goods has availed duty drawback on the excise duty paid or claims the refund on the integrated tax paid on such supply. എന്താ പറയുന്നത്, അതുപോലെ അത്തരത്തിൽ സപ്ലയേഴ്സിന് ഡ്യൂട്ടി ഡ്രോബാക്കും, എക്സൈസ് ഡ്യൂട്ടീൻ്റെ മേലെ ഡ്യൂട്ടി ഡ്രോബാക്ക് ഓൾറെഡി അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, റീഫണ്ട് ITC റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ എന്തിൻ്റെ മേലെ ആയിരിക്കും, ഇൻ്റഗ്രേറ്റഡ്
ടാക്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, IGST ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ IGSTൻ്റെ IGSTൻ്റെ മേലെ ITC ഒരിക്കലും റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഓക്കെ, ദെൻ ദ ആപ്ലിക്കേഷൻ പ്രോസസ് ഫോർ ക്ലെയിമിംഗ് റീഫണ്ട് ഷാൾ ഇൻക്ലൂഡ്. ആ ഒരു പ്രോസസ്സാണ് പറയുന്നത്, റീഫണ്ട് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സച്ച് ഡോക്യുമെൻ്ററി എവിഡൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് എ റീഫണ്ട് ഈസ് ഡ്യൂ ടു ദ അപ്ലിക്കൻറ്റ്. ഡോക്യുമെൻ്ററി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. Second one, such documentary or other evidence like the amount mentioned in tax invoice as the applicant may furnish to establish the amount of tax and interest, if any, paid by the applicant and that he has not passed the tax burden to another person. അതായത് എന്താണ്, ഇയാൾ ഓൾറെഡി ടാക്സ് ഇൻവോയ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അതുപോലെ റിട്ടേൺസ് ഒക്കെ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള എവിഡൻസ് ഒക്കെ എന്തായിട്ട് വേണം? ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. If the amount of refund claimed is less than rupees 2 lakh, then the taxpayer can file an application based on documentary or other evidence, but only by certifying that the incidence of such tax is not passed on to any other person. ഓക്കെ, ഇനി ഈ ഒരു റീഫണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2 ലാഖിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടാക്സ് പെയർ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി, ഈ ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ ബേസിൽ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി സർക്കംസ്റ്റാൻസസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് റീഫണ്ട് ടു അപ്ലിക്കൻറ്റ്. ഓക്കെ, ഇഫ് ദ റീഫണ്ട് എമൗണ്ട് ക്ലെയിംഡ് ബൈ ദ അപ്ലിക്കൻറ്റ് ഈസ് റിലേറ്റഡ് ടു, അതായത് അപ്ലിക്കൻറ്റിന് റീഫണ്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള സർക്കംസ്റ്റാൻസസ് ആണ് പറയുന്നത്. ഓക്കെ, റീഫണ്ടിൻ്റെ സർക്കംസ്റ്റാൻസസ് ആണ് പറയുന്നത്. റീഫണ്ട് ഓഫ് ടാക്സ് ഓൺ സീറോ റേറ്റഡ് സപ്ലൈസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സീറോ റേറ്റഡ് സപ്ലൈസിൻ്റെ മേലെ റീഫണ്ട്. അതുപോലെ സെക്കൻഡ് വൺ എന്താണ്? അൺയൂട്ടിലൈസ്ഡ് ITC ഇൻ ദ കേസ് ഓഫ് ടാക്സ് റേറ്റ് ഓൺ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും മേലുള്ള ടാക്സ് റേറ്റുകളിൽ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത്. അതുപോലെ മൂന്നാമതൊരു കേസ്, റീഫണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് വിച്ച് വർ പ്രൊവൈഡഡ് ഹോളി ഓർ പാർട്ട്ലി ആൻഡ് ഇൻവോയ്സ് വാസ് നോട്ട് ഇഷ്യൂഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാതെ സപ്ലൈ നടത്തിയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മേലെ റീഫണ്ട് ഓഫ് ടാക്സ് ക്ലെയിം ചെയ്യാം. ദെൻ റീഫണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഇൻ എക്സസ് ഡ്യൂ ടു കൺഫ്യൂഷൻ ഇൻ ദ ട്രാൻസാക്ഷൻ ബീങ് ആൻ ഇൻ്റർ സ്റ്റേറ്റ് ഓർ ഇൻട്രാസ്റ്റേറ്റ്. ഇൻട്രാസ്റ്റേറ്റ് ആണോ ഇൻ്റർസ്റ്റേറ്റ് ആണോ എന്ന് കൺഫ്യൂഷൻ വരുന്ന സമയത്തും അത്തരം ട്രാൻസാക്ഷൻ്റെ മേലെ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? റീഫണ്ട് ഓഫ് ടാക്സ് ക്ലെയിം ചെയ്യാം. Then the tax and interest, if any, or any other amount paid by the applicant if he had not passed on the incidence of such tax and interest to any other person. Okay, applicant തന്നെ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ടാക്സ് അതിൻ്റെ മേലെ എന്ത് ക്ലെയിം ചെയ്യാം? ITC ക്ലെയിം ചെയ്യാം. The tax or interest borne by such other class of applicant as the government on the recommendation of the council specified by notification. ഓക്കെ, ഇനി കൗൺസിലിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അപ്ലിക്കൻസിനും എന്ത് ചെയ്യാനായിട്ട് പറ്റും? റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ITCനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.